ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷനിലെ വേർ ആസ് എന്നുള്ള വേർഡാണ്. വേർ ആസ് ഒരുപാട് കൺജങ്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ, കോർഡിനേറ്റിംഗ് കൺജങ്ഷനിൽ പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ സബോർഡിനേറ്റിംഗ് ആണ് ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനും 2-3 വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം കേട്ടോ, വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് വേർ ആസ് ആണ്. ഈ വേർ ആസിൻ്റെ അതേ മീനിങ് തന്നെയാണ് ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷനും ഉള്ളത്. അപ്പം നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ വേർ ആസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സെൻറ്റൻസുകൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 സെൻറ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ വേർ ആസ് എന്ന് യൂസ് ചെയ്യുന്നത്. എന്താണ് വേർ ആസിൻ്റെ മീനിങ്? എന്നാൽ അല്ലെങ്കിൽ അതേസമയം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. എന്നാൽ, അതേസമയം, ഇതേ ഒരു മീനിങ് തന്നെയാണ് നമ്മൾ ബട്ടിനും യൂസ് ചെയ്യാറല്ലേ. പക്ഷേ അതുപോലെ എന്നാൽ എന്നൊക്കെ പറയുന്ന കേസ് തന്നെയാണ് നമ്മൾ ബട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലായി കിട്ടും. അപ്പോൾ 2 സെൻറ്റൻസുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേർ ആസ് എന്ന് യൂസ് ചെയ്യുന്നത്. എന്നാൽ ബട്ട് യൂസ് ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം. നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞു, പക്ഷേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്ന സെൻറ്റൻസുകളിലാണ് നമ്മളത് ബട്ടെന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കാം. അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. നമ്മൾ മലയാളത്തിൽ ഇങ്ങനെയൊക്കെ പറയാറില്ലേ, ഞാൻ ഒരു ടീച്ചറാണ്, എന്നാൽ എൻ്റെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ് അല്ലേ. 2 പേര് താരതമ്യപ്പെടുത്തുകയല്ലേ ഇവിടെ പറയുന്നത്, കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഞാൻ ഒരു ടീച്ചറാണ്, അതേസമയം എൻ്റെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. ഈ ഒരു കേസിൽ നമുക്ക് ബട്ട് എന്ന് വേണമെങ്കിൽ, ഇപ്പം ഞാനൊരു ടീച്ചറാണ് ബട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ് എന്ന് പറയാം. പക്ഷേ നമുക്ക് ഇവിടെ 2 സെൻറ്റൻസുകൾ കമ്പയർ ചെയ്യുന്നത് കൊണ്ട് നമുക്കവിടെ ഏറ്റവും യൂസ്ഫുള്ളായ വേർഡ് എന്ന് പറയുന്നത് ഐ ആം എ ടീച്ചർ വേർ ആസ് മൈ ഹസ്ബൻഡ് ഈസ് എ ഡോക്ടർ. ഐ ആം എ ടീച്ചർ വേർ ആസ് മൈ ഹസ്ബൻഡ് ഈസ് എ ഡോക്ടർ. ഞാനൊരു ടീച്ചറാണ്, അതേസമയം എൻ്റെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. അതുപോലെ വേറൊരു സെൻറ്റൻസ് നോക്കൂ. അവൾ നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്, എന്നാൽ അവളുടെ അമ്മ ഒട്ടും സംസാരിക്കില്ല അല്ലേ. അവൾ നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്, എന്നാൽ അല്ലെങ്കിൽ അതേസമയം അവളുടെ അമ്മ ഒട്ടും സംസാരിക്കില്ല. ഇവിടെ അമ്മയെയും മകളെയും കമ്പയർ ചെയ്യാൻ ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മളെങ്ങനെ പറയും? ഷീ ഈസ് വെൽ സ്പോക്കൺ വെയർ ആസ് ഹെർ മദർ ഡസൻറ്റ് സ്പീക്ക് അറ്റ് ഓൾ. ഷീ ഈസ് വെൽ സ്പോക്കൺ, അവൾ നന്നായി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. വെയർ ആസ് അതേസമയം അല്ലെങ്കിൽ എന്നാൽ ഹെർ മദർ ഡസൻറ്റ് സ്പീക്ക് അറ്റ് ഓൾ, അവളുടെ അമ്മ ഒട്ടും സംസാരിക്കില്ല. ക്ലിയർ? വേറൊരു സെൻറ്റൻസ് നോക്കൂ. അവൻ നന്നായി പഠിക്കും, എന്നാൽ അവൾ നന്നായി ഉറങ്ങും. ഇവിടെ 2 പേരെയാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അവൻ നന്നായി പഠിക്കും, എന്നാൽ അവൾ നന്നായി ഉറങ്ങും. അപ്പോൾ എങ്ങനെ പറയും? ഹി വിൽ സ്റ്റഡി വെൽ, അവൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. എന്നാൽ അല്ലെങ്കിൽ അതേസമയം വെയർ ആസ് ഷീ സ്ലീപ്സ് വെൽ, ഷീ സ്ലീപ്സ് വെൽ, അവൾ നന്നായി ഉറങ്ങും. അപ്പോൾ ഇങ്ങനെ 2 സെൻറ്റൻസുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് വേർ ആസ് എന്നാണ്. ബട്ട് യൂസ് ചെയ്താലും മീനിങ് ഒന്ന് തന്നെയാണ്. പക്ഷേ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതും പരീക്ഷകളിൽ നമുക്ക് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഗ്രാമർ പഠിക്കുന്നത്. അപ്പം ആ ഒരു കേസിൽ നമ്മൾ വേർ ആസ് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഇതാണ് വേർ ആസിൻ്റെ മീനിങ്, എന്നാൽ അതേസമയം. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് ഇതുപോലെ 2 സെൻറ്റൻസുകളെ കമ്പയർ ചെയ്യാനാണ്. ഇനി ബട്ട് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പറയും? ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ടീച്ചർ ആകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആയില്ല. എന്തുകൊണ്ടോ എനിക്ക് ടീച്ചറാകാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, എനിക്കൊരു ടീച്ചർ ആകണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആയില്ല. ഇവിടെ നമ്മൾ പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഐ വാണ്ടഡ് ടു ബി എ ടീച്ചർ ബട്ട് ഐ ഡിഡിൻറ്റ്. ഐ വാണ്ടഡ് ടു ബി എ ടീച്ചർ, എനിക്ക് ടീച്ചർ ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ബട്ട് ഐ ഡിഡിൻറ്റ്. ഈ ഒരു കേസിൽ നമ്മൾ ബട്ട് എന്ന് യൂസ് ചെയ്യണം. അതുപോലെ അവൻ നന്നായി പഠിച്ചിരുന്നു, പക്ഷേ അവൻ തോറ്റു.
അവൻ നന്നായി പഠിച്ചിരുന്നു, പക്ഷേ അവൻ തോറ്റു. ഹി സ്റ്റഡീഡ് വെൽ ബട്ട് ഹി ഫെയിൽഡ്. ഹി സ്റ്റഡീഡ് വെൽ, അവൻ നന്നായി പഠിച്ചു. ബട്ട് ഹി ഫെയിൽഡ്, പക്ഷേ അവൻ തോറ്റു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബട്ട് യൂസ് ചെയ്യേണ്ടത്. വേറാസ് ഇതുപോലെയല്ല. വേറാസ് യൂസ് ചെയ്യുമ്പോൾ 2 സെൻറ്റൻസുകളും ഉണ്ടാകും. അതിനെ നമ്മൾ കമ്പയർ ചെയ്യാണ്. ഒന്ന് അതാണ്, എന്നാൽ മറ്റേത് ഇതാണ് എന്ന് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ വേറാസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ബട്ട് നമ്മൾ ഓൾറെഡി എടുത്തത് കൊണ്ട് തന്നെ അത് വിശദീകരിക്കുന്നില്ല. കോർഡിനേറ്റിംഗ് കഞ്ചക്ഷനിൽ നമ്മൾ വിശദമാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഓരോരോ കഞ്ചക്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്ന മെത്തേഡാണ്. ഒരുപാടൊന്നും പറയുന്നില്ല. അപ്പം നിങ്ങൾ പരമാവധി യൂസ്ഫുൾ ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യുക, കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ എക്സാം എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ പരമാവധി യൂസ്ഫുൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഉപകാരപ്പെട്ടാലും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.